അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിൻ്റെ സ്നേഹം എന്തായാലും ലഭിക്കുന്ന വിഭാഗക്കാർ ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ വളരെ വ്യക്തമായി ആ വിഭാഗക്കാരെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖാലല്ലാഹു തബാറക വ തആല, അള്ളാഹു പറഞ്ഞതായ ഒരു കാര്യത്തെ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വജബത്ത് മഹബ്ബത്തി, എൻ്റെ മഹബ്ബത്ത്, അതായത് അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നിർബന്ധമാണ്, ലിൽ മുതഹബ്ബീന ഫിയ്യ, പരസ്പരം സ്നേഹിക്കുന്നവർ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് സഹോദരന്മാർ അവർ പരസ്പരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നത് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരസ്പരം സ്നേഹിക്കുക. പള്ളിയിൽ പോകുമ്പോൾ തൻ്റെ സഹോദരനെ പള്ളിയിലേക്ക് ക്ഷണിക്കുക, നല്ല മജ്‌ലിസുകളിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് ക്ഷണിക്കുക, മോശമായ കാര്യം തൻ്റെ സഹോദരൻ ചെയ്തത് കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയുക. അങ്ങനെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ജീവിക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി സഹോദരൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, ആ സ്നേഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായും ലഭിക്കുന്നതാണ്. അള്ളാഹു തആല അവൻ്റെ റസൂലിനെ പഠിപ്പിച്ച കാര്യമാണ് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല അടുത്ത വിഭാഗക്കാർ വൽ മുതജാലിസീന ഫിയ്യ, എൻ്റെ കാര്യത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവർ. അള്ളാഹു തആല അവൻ്റെ റസൂലിനോട് പറയാണ്, എൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കുന്ന ആളുകൾ എൻ്റെ കാര്യത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവരായിരിക്കണം. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാര്യങ്ങൾക്ക് വേണ്ടി, പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുന്ന കാര്യത്തിന് വേണ്ടി തുടങ്ങിയ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയിരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത വിഭാഗക്കാർ വൽ മുതസാവിരീന ഫിയ്യ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശനം നടത്തുന്ന ആളുകൾ. രോഗിയായി കഴിഞ്ഞാൽ രോഗിയെ സന്ദർശിക്കുക, സഹോദരന് ബുദ്ധിമുട്ടുകൾ എത്തിക്കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ടവനാണെങ്കിൽ തൻ്റെ സഹോദരനെ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സന്ദർശിക്കുക, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കുവാൻ വേണ്ടി അവനെ സന്ദർശിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പരസ്പരം സന്ദർശനം നടത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്കും അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കും. അടുത്ത വിഭാഗക്കാർ വൽ മുതബാദിലീന ഫിയ്യ, എനിക്ക് വേണ്ടി പരസ്പരം ചിലവഴിക്കുന്നവർക്കും. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പരസ്പരം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലവഴിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ചിലവഴിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം നിർബന്ധമായി ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ ആളുകൾ, ഈ ആളുകൾക്കെല്ലാം വജബത്ത് മഹബ്ബത്തി, എൻ്റെ സ്നേഹം നിർബന്ധമാണ് എന്നാണ് അള്ളാഹു തആല അവൻ്റെ റസൂലിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.